ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? എങ്ങനെയാണ് ബ്ലഡും മറ്റൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്ത് പഠിച്ചു? ഗ്യാസസ് അല്ലേ? നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും, എല്ലാ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിലും അവിടെ വളരെ പ്രധാനമായിട്ടുണ്ടാവേണ്ട രണ്ടാളുകളാണ്. ഒന്ന് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടായി അവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ നടന്നു എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ ഓക്സിജൻ നമ്മൾ വലിച്ചങ്ങോട്ട് കയറ്റില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഞ്ഞ് വലിച്ചിരുന്നു. ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഞ്ഞ് വലിച്ചിരുന്നു. ഈ വലിച്ച ഓക്സിജനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എത്തിച്ചു. ഉള്ളിലെത്തിയാൽ അത് സ്വാഭാവികമായിട്ടും പ്രവർത്തനങ്ങൾക്ക് ശേഷം ആക്ടിവിറ്റീസ്, പല രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് നടന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും? തിരിച്ച് എവിടേക്ക് എത്തണം? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തണം. അങ്ങനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിൽ എത്തണമെങ്കിൽ അവിടെ ഒരു പ്രക്രിയ നടക്കണം. ആ പ്രക്രിയയെ നമ്മൾ പറഞ്ഞു എന്ത്? എക്സ്പിരേഷൻ. ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ. ആ പ്രവർത്തനത്തെ നമ്മളെന്ത് പറഞ്ഞു? എക്സ്പിരേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ അല്ല മക്കളെ? എക്സ്പിരേഷൻ ഓക്കെ അല്ലേ? ഇൻസ്പിരേഷൻ ഓക്കെ അല്ലേ? എക്സ്പിരേഷൻ ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഇൻസ്പിരേഷൻ അല്ലേ? ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ. എല്ലാ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ മുഴുവൻ നമ്മൾ വലിച്ചെടുത്ത് നമ്മുടെ ലങ്സിനുള്ളിലുള്ള ട്രെക്കിയയിലൂടെ കടന്നുപോയി, ബ്രോങ്കസിലൂടെ കടന്നുപോയി, ഓർമ്മയില്ലേ? ബ്രോങ്കസിലൂടെ കടന്നുപോയി, ബ്രോങ്കിയോൾസിലൂടെ കടന്നുപോയി, അവസാനം എത്തുന്നു എവിടെ? ആൽവിയോളൈ. എവിടെ എത്തുന്നു എന്ന് പറഞ്ഞ്? ആൽവിയോളൈ. അവസാനം എവിടെ എത്തുന്നു? ആൽവിയോളയിൽ എത്തുന്നു. അങ്ങനെ ആൽവിയോളയിൽ എത്തിയ ഓക്സിജൻ അല്ലെങ്കിൽ മറ്റു ഗ്യാസസ് എങ്ങനെയാണ് നമ്മളുടെ ഇതിലൂടെ പോകുന്ന ബ്ലഡ് വെസൽസിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നമ്മളുടെ ഓക്സിജൻ ഈ പോകുന്ന ബ്ലഡ് വെസൽസിലൂടെ എത്തുന്നത്? നമുക്കറിയാം, ആൽവിയോള എന്ന് പറയുന്നത് വളരെ ചെറിയ നേർത്ത ഒരു ഒരു ചേംബറാണ് ആൽവിയോള എന്ന് പറയുന്നത്. വളരെ നേർത്ത ഒരു ചേംബറാണ് എന്ത്? ആൽവിയോള എന്ന് പറയുന്നത്. ആൽവിയോള സത്യത്തിൽ എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ ലങ്സിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആൽവിയോള ഉള്ളത്. അഥവാ ഒരു കവറ് അല്ലേ? ഒരു കവറ് നമുക്ക്, ഇത് ഒരു കവറാണ് അല്ലേ? ഈ ഒരു കവറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നിർത്താം അല്ലേ? ഇങ്ങനെ നിർത്താം. അല്ലെങ്കിൽ ഈ കവറിനെ നമുക്കൊന്ന് ചുരുക്കിയിട്ട് ഈ കവറിനെ നമുക്ക് എങ്ങനെയാക്കാം? ഇങ്ങനെയാക്കാം. ഈ കവറിനെ നമുക്ക് എങ്ങനെയാക്കാം? ഇങ്ങനെ ആക്കാം. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വായുവറ. അഥവാ നമ്മളുടെ ലങ്സിൽ വായു ഇല്ലാത്ത സമയം അല്ലേ? ഓക്സിജനും മറ്റും നമ്മുടെ ലങ്സിൽ ഇല്ലാത്ത സമയം എന്തായിരിക്കും? ഇങ്ങനെ ചുരുങ്ങിയിട്ടായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ലങ്സിലേക്ക് വായു എത്തുന്നത് മുറയ്ക്ക് എന്ത് ചെയ്യും? അത് വലുതാകും. അപ്പോൾ ഇങ്ങനെ ഒരു ആൽവിയോള ഇങ്ങനെ ചുരുങ്ങിയ ആൽവിയോള വലുതാകുന്ന സമയത്ത് ലങ്സിൻ്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ കൂടിയില്ലേ? ഇതാണ് പ്രധാനമായിട്ടും ഒരു ആൽവിയോള എന്ന് പറയുന്ന ഒരു ആൽവിയോളയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ്. ലെൻസിൻ്റെ സർഫസ് ഏരിയ കൂട്ടുക. ഇതാണ് പ്രധാനമായിട്ടൊരു ആൽവിയോളയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ലെൻസിൻ്റെ സർഫസ് ഏരിയ കൂട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയപ്പെട്ട അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും
അടക്കമുള്ള എല്ലാ സാധന സാമഗ്രികളും എവിടെ എത്തി? ആൽവിയോളയിലെത്തി. നമുക്കറിയാം ആൽവിയോലൈ എന്ന് പറയുന്നത് ആൽവിയോലൈ ഇറ്റ്സ് കവേർഡ് ബൈ lot of blood capillaries. It's covered by lot of blood capillaries. ഒരു ആൽവിയോല എന്ന് പറയുന്നത് കവേർഡ് ബൈ ലോട്ട് ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ആര്? ആൽവിയോല. ഇത് ആൽവിയോലയാണെങ്കിൽ, ഇതൊരു ബ്ലഡ് കാപ്പിലറി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ആയിരിക്കും ആൽവിയോല. ഒരു ആൽവിയോലയെ കവർ ചെയ്തിട്ടാണ് ആരെ കാണപ്പെടുന്നത്? ബ്ലഡ് കാപ്പിലറീസിനെ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ആൽവിയോലൈ, ഈ ആൽവിയോലൈക്കും ബ്ലഡ് കാപ്പിലറീസ്. നമുക്കറിയാം ആൽവിയോലൈ, ഞാൻ പറഞ്ഞു ആൽവിയോലയിലാകെ ഒറ്റ ലെയർ ഓഫ് സെൽസ് അല്ലേ, സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമാണ് കാണപ്പെടുന്നത്. ഓൺലി എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ബ്ലഡ് കാപ്പിലറീസ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് കാപ്പിലറീസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇറ്റ്സ് ഹാവ് ഓൺലി എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ബ്ലഡ് കാപ്പിലറീസിലും എന്ത് മാത്രമേ കാണപ്പെടുന്നു? ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമാണ് ബ്ലഡ് കാപ്പിലറീസിലും കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, ഈ ബ്ലഡ് കാപ്പിലറീസിനും ആൽവിയോളയ്ക്കും ഇടയിൽ ഓൺലി 2 ലെയേഴ്സ് ഓഫ് സെൽസ് മാത്രമാണുള്ളത് അല്ലേ? ആൽവിയോളൈ, ബ്ലഡ് കാപ്പിലറീസ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ആൽവിയോളയുടെയും ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ഇടയിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 2 ലെയർ ഓഫ് സെൽസ്. ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ആൽവിയോളൈൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 2 ലെയർ ഓഫ് സെൽസ്. 2 ലെയർ ഓഫ് സെൽസിൻ്റെ തിക്നെസ് മാത്രമാണ് ഈ ആൽവിയോളയുടെയും ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ആൽവിയോളയുടെയും ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന തിക്നെസ് എന്ന് പറയുന്നത് 2 ലെയർ ഓഫ് സെൽസ് മാത്രമാണ്. ഇനി എങ്ങനെയാണ് ഈ ഓക്സിജൻ നമ്മളുടെ രക്തത്തിലേക്ക് എത്തുന്നത്? രക്തത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? രക്തത്തിൽ നിന്നും തിരിച്ചെങ്ങനെയാണ് എത്തുന്നത്? ഓക്കെ, രക്തത്തിലേക്ക് എത്തുന്നത് നമ്മൾ പറഞ്ഞു എങ്ങനെ? ഇവിടെ ഓക്സിജൻ ഇങ്ങോട്ട് വരികയല്ലേ, ആൽവിയോളയിലേക്ക് വരികയല്ലേ. സ്വാഭാവികമായിട്ടും ഇവിടെ ഓക്സിജൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്സിജൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എന്താവും? കൂടുതലാവും. ബ്ലഡിൽ സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സ്വാഭാവികമായും നമുക്കറിയാം ഓക്സിജൻ എവിടെ നിന്നും എങ്ങോട്ടാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഇറ്റ്സ് ഫ്രം ആൽവിയോളൈ ടു ദി ബ്ലഡ്. അപ്പോൾ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് എന്ത് ചെയ്യും? ഓക്സിജൻ എത്തും. ഓക്കെ ആണോ മക്കളെ? കത്തിയോ? നമ്മൾ പറഞ്ഞത് വളരെ ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ ലങ്സിൽ എന്തുണ്ട്? ആൽവിയോളൈസ് ഉണ്ട്. ആൽവിയോളൈസ് ദ മെയിൻ പർപ്പസ് എന്താണ്? ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് ലങ്സ്. ലങ്സിൻ്റെ സർഫസ് ഏരിയ കൂട്ടലാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ആൽവിയോളയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആൽവിയോള എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എന്താണ്? എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ആൽവിയോള ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ആകെ ഒറ്റ ലെയർ സെൽസ് മാത്രമാണ് ആൽവിയോളയിൽ കാണപ്പെടുന്നത്. ഈ ആൽവിയോളയിനെ സറൗണ്ട് ചെയ്തിട്ട് ദർ ആർ ലോട്ട് ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ആൽവിയോളയിൻ്റെ ചുറ്റും ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് കാണപ്പെടുന്നുണ്ട്. ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് കാണപ്പെടുന്നുണ്ട്. ഈ ബ്ലഡ് കാപ്പിലറീസ് നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്ത്? ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. സോ ആൽവിയോളയുടെയും ഈ ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 2 ലെയർ ഓഫ് സെൽസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? എങ്ങനെയാണ് അപ്പോൾ ഈ ആൽവിയോളയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻസ്പിരേഷൻ നടത്തി. ആ ഇൻസ്പിരേഷൻ്റെ ഫലമായിട്ട് ആൽവിയോളയിൽ ഓക്സിജൻ്റെ പ്രഷർ കൂടുതലായിരിക്കും, ബ്ലഡ് കാപ്പിലറീസിൽ ഓക്സിജൻ്റെ പ്രഷർ കുറവായിരിക്കും. സോ
gaseous exchange takes place. Gaseous exchange നടക്കുന്നത് from higher concentration to the lower concentration. Higher concentration to the lower concentration. Higher concentration to the lower concentration. So alveoli നിന്നും എങ്ങോട്ടേക്ക് blood capillaries. So exchange of gases from alveoli to എങ്ങോട്ട് blood capillaries. ഓക്കെ ആണോ മക്കളെ? ഓക്കെ. എല്ലാവരും ആ ചിത്രം നോക്കി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, നമ്മൾ ഇൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് നോക്ക്, ഓക്സിജൻ അല്ലേ, ഓക്സിജൻ നമ്മുടെ ആൽവിയോളയുടെ അകത്തേക്ക് എത്തുകയാണ്. ആൽവിയോളയുടെ അകത്തെത്തിയാൽ നോക്കൂ, ആൽവിയോളയിൽ വാൾ ഓഫ് ആൽവിയോള കാണിക്കുന്നത് എത്ര? സിംഗിൾ ലെയറാണ്. തൊട്ടപ്പുറത്ത് ബ്ലഡ് കാപ്പിലറീസും അതിനും ഒരു സിംഗിൾ ലെയർ കാണും. സോ ഡിഫ്യൂഷൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യും? നടക്കും. സോ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ the concentration of oxygen is higher and the concentration of carbon dioxide is lower in alveoli. But in blood capillaries, the concentration of oxygen is lower and concentration of carbon dioxide is higher. അപ്പോൾ എന്ത് ചെയ്യും? ഓക്സിജൻ ബ്ലഡ് കാപ്പിലറീസിൽ പോകും. സ്വാഭാവികമായിട്ടും ബ്ലഡ് കാപ്പിലറീസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ആൽവിയോളയിലോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഡിഫ്യൂസസ് ഫ്രം ബ്ലഡ് കാപ്പിലറീസ് ടു ആൽവിയോള. ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ആൽവിയോളയിലേക്ക് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? ഓക്കെ. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ബ്ലഡ് കാപ്പിലറീസിലേക്ക് എത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും തിരിച്ച് ആൽവിയോളയിലേക്ക് എത്തുന്നു. ഇതാണ് പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ആൽവിയോളയിലെത്തി അല്ലേ, ആൽവിയോളയിലെത്തിയ ഓക്സിജൻ ഇനി എങ്ങനെയാണ് നമ്മളുടെ ബ്ലഡ് സെല്ലുകളിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. എങ്ങനെയാണ് ആൽവിയോളയിലെത്തിയ ഓക്സിജൻ ബ്ലഡ് വെസൽസിലെത്തി? ഓക്കെ. ഇനി ബ്ലഡ് വെസൽസിലെത്തിയ ഓക്സിജൻ എങ്ങനെയാണ് നമ്മുടെ സെൽസിലേക്ക് എത്തുന്നത്? ബ്ലഡിൽ ഓക്സിജൻ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ബ്ലഡിൽ ഓക്സിജൻ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആ ഓക്സിജൻ്റെ എല്ലാ ഫങ്ഷൻസും ആക്ടിവിറ്റീസും നടക്കുന്നത് എവിടെയാണ്? സെൽസിലാണ്. സോ ഓക്സിജൻ എവിടെ എത്തുക തന്നെ വേണം? സെൽസിൽ ഓക്സിജൻ എത്തുക തന്നെ വേണം. അങ്ങനെ സെൽസിൽ ഓക്സിജൻ എത്തണമെന്നുണ്ടെങ്കിൽ ചില പ്രക്രിയകൾ നടക്കണം. എങ്ങനെയാണ് ഓക്സിജൻ സെൽസിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കൂ മക്കളെ, ആൽവിയോളയിലെത്തി ഓക്സിജൻ ബ്ലഡിലെത്തി എന്ത്? ഓക്സിജനുണ്ട്. ബ്ലഡിൽ ഓക്സിജൻ ഉണ്ട്. നാം കാണണ്ടോ? ആ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഓക്സിജൻ. മറ്റേ റെഡിഷ് കളറിൽ കാണപ്പെടുന്നതാണ് ഹീമോഗ്ലോബിൻ. എന്താണ്? ഹീമോഗ്ലോബിൻ അഥവാ RBC, ഹീമോഗ്ലോബിൻ. ഓക്കെ. ഓക്സിജൻ ഉണ്ട്. ഇനി ഈ ഓക്സിജൻ ആൽവിയോളയിൽ നിന്നും ബ്ലഡിലേക്ക് എത്തിയ ഓക്സിജൻ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്യുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. എന്താണ്? ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ ആൽവിയോളയിൽ അവിടെ അല്ലേ? ആൽവിയോളയിൽ അവിടുന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തി. എന്നിട്ട് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി. ഓക്സി ഹീമോഗ്ലോബിൻ അങ്ങനെ സഞ്ചരിച്ച് എവിടെ എത്തി? സെൽസിൻ്റെ അവിടെ എത്തി. ലങ്സിൻ്റെ അവിടെ നിന്നാണ് ഇത് നടക്കുന്നത്. ദെൻ സെൽസിൻ്റെ അവിടെ എത്തി. സെൽസിൻ്റെ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഓക്സിജൻ എങ്ങോട്ട് പോകണം? നമ്മളുടെ സെൽസിലേക്ക് പോകണം. എന്ത്? ഓക്സിജൻ. ഓക്കെ.
അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓക്സി ഹീമോഗ്ലോബിൻ സെൽസിൻ്റെ അവിടെ എത്തി, ഏത് സെൽസിലേക്കാണോ ഓക്സിജൻ എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും, ഓക്സി ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറും. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി. അത് സെൽസിൻ്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജനും ഹീമോഗ്ലോബിനും വേറെ വേറെ സെപ്പറേറ്റ് ആവും. എന്നിട്ട് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് തൊട്ടടുത്തുള്ള ടിഷ്യൂ ഫ്ലൂയിഡിലെത്തും. ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ പിന്നെ എങ്ങോട്ടെത്തും, സെൽസിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയുള്ള ഹീമോഗ്ലോബിൻ എന്തായി, ഫ്രീ ആയി. ഈ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, വീണ്ടും പോവും, അടുത്ത ആളെ പിടിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ പറഞ്ഞത് ഓക്സിജൻ എങ്ങനെയാണ് സെൽസിലെത്തുന്നത്. ഓക്സിജൻ ബ്ലഡിലെത്തിയാൽ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. ആ ഓക്സി ഹീമോഗ്ലോബിൻ വീണ്ടും സെൽസിൻ്റെ അവിടെ എത്തിയാൽ ഡിസോസിയേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓക്സിജൻ സെൽസിലേക്ക് എത്തുന്നു. ഓക്സിജൻ എങ്ങോട്ട് എത്തുന്നു, സെൽസിലേക്ക് എത്തുന്നു. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഒരു ആവറേജ് ഹെൽത്തി മാൻ എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് ഇറ്റ്സ് 50 gram per 100 ml. 100 ml ബ്ലഡിൽ 15 ഗ്രാം എന്തായിരിക്കും, ഹീമോഗ്ലോബിൻ ആയിരിക്കും. ഓക്കെ ആണോ? വല്ല അനീമിക്കൊക്കെ ഉള്ള ആളുകളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറയും. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓക്സിജൻ നമ്മുടെ സെൽസിലേക്ക് എത്തി. ഓക്സിജൻ സെൽസിലെത്തിയാൽ മതിയോ? ആ സെൽസിലെത്തിയാൽ പിന്നെ എന്ത് നടക്കണം, അവിടെ നിന്നും എനർജി ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ ഓക്സിജൻ നമ്മുടെ സെൽസിലെത്തിയാൽ അവിടെ നിന്നും എനർജി ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സെൽസ് എനർജി ഉണ്ടാക്കാൻ നടത്തുന്ന പ്രധാനപ്പെട്ട 2 പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളിൽ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഗ്ലൈക്കോലിസിസ്, രണ്ടാമത്തവനാണ് ക്രബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് സൈക്കിൾ. നോക്കൂ മക്കളെ, എന്താണ് ഗ്ലൈക്കോളിസിസ്? നമ്മുടെ ബോഡിയിൽ റെസ്പിറേഷൻ്റെ സെല്ലുലാർ റെസ്പിറേഷൻ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സെല്ലുകളിൽ നടക്കുന്ന റെസ്പിറേഷനെ നമ്മൾ എന്തു പറയും? എന്തു പറയും? സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഗ്ലൈക്കോളിസിസിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈറുവിക് ആസിഡ്. ഗ്ലൂക്കോസ് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? പൈറുവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ അതോടൊപ്പം തന്നെ 2 ATP മോളിക്യൂൾസ്, ATP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, 2 ATP മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? മൂന്നാമത്തെ പോയിന്റ് നോക്കൂ മക്കളെ, ഇറ്റ്സ് സൈറ്റോപ്ലാസത്തിലാണ് എന്ത് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഗ്ലൈക്കോളിസിസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോളിസിൽ എന്താ നടക്കുന്നത്? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. അപ്പോൾ ലാസ്റ്റ് കിട്ടിയത് ഇപ്പം എന്താണ്? പൈറുവിക് ആസിഡ്. ആ പൈറുവിക് ആസിഡിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ക്രബ്സ് സൈക്കിളിനായിട്ട് കൊണ്ടുപോകും. ഓക്കെ ആണോ?
Krebs cycle എന്ന് പറയുന്നത് ഇറ്റ്സ് സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. നമ്മളുടെ സെല്ലുലാർ റെസ്പിറേഷനിലെ സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഫേസാണ് എന്ത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നമുക്കറിയാം സൈറ്റോപ്ലാസത്തിൽ വെച്ച്. അങ്ങനെയാണെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ക്രെബ്സ് സൈക്കിള് നടക്കുന്നത്. ഓക്കെയാണോ? നോക്കൂ മക്കളെ, ത്രൂ എ സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്, ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നടക്കാനുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന പൈറുവിക് ആസിഡിനെ ലാസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും അതോടൊപ്പം തന്നെ വാട്ടറും ആക്കി മാറ്റും. കഷ്ടപ്പെട്ട് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ പൈറുവിക് ആസിഡിനെ നമ്മൾ ക്രെബ്സ് സൈക്കിളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രെബ്സ് സൈക്കിൾ എന്ത് ചെയ്യും? ആ പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റും. ഇവിടെ എത്ര എ ടി പി ആണ്? 28 എ ടി പി മോളിക്യൂൾസ് ഇവയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെയാണോ മക്കളെ? 28 എ ടി പി മോളിക്യൂൾസ് ക്രെബ്സ് സൈക്കിളിൽ ഉണ്ടാകും. ഓക്കെയാണോ? ക്രെബ്സ് സൈക്കിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് ഓക്സിജൻ. ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി മൊത്തം സെല്ലുലാർ റെസ്പിറേഷൻ നമുക്ക് ചെറിയ ഒരു ഇക്വേഷൻ ആക്കി കൊടുക്കാം. എങ്ങനെ? C6H12O6 അഥവാ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ, ഓക്സിജനും കൂടെ കൂട്ടിയിട്ട് ലാസ്റ്റ് സെല്ലുലാർ റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 6CO2, 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും 6 മോളിക്യൂൾസ് ഓഫ് H2O ആൻഡ് ഗ്ലൈക്കോളിസിസിൽ നിന്ന് കിട്ടിയ 2 ATP, ക്രെബ്സ് സൈക്കിളിൽ നിന്ന് കിട്ടിയ 28 ATP, ടോട്ടൽ 30 ATP. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ പറഞ്ഞ സെല്ലുലാർ റെസ്പിറേഷൻ്റെ പ്രധാനപ്പെട്ട 2 ഫേസസുകളാണ്. ഒന്ന് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തത് ക്രെബ്സ് സൈക്കിളും. ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? സൈറ്റോപ്ലാസത്തിൽ. എന്നാൽ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചാണ്? മൈറ്റോകോൺട്രിയയിലാണ് ആര് നടക്കുന്നത്? ക്രെബ്സ് സൈക്കിള് നടക്കുന്നത്. ഇവിടെ ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ ഉണ്ടോ? ഓക്സിജൻ നോട്ട് റിക്വയർഡ്. ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് നടക്കും? ഗ്ലൈക്കോളിസിസ് നടക്കും. എന്നാൽ ക്രെബ്സ് സൈക്കിൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ എന്താണ്? ഓക്സിജൻ അത്യാവശ്യമാണ് ക്രെബ്സ് സൈക്കിൾ നടക്കണമെന്നുണ്ടെങ്കിൽ. സോ ഇറ്റ്സ് ഹിയർ ഓക്സിജൻ റിക്വയർഡ്. ഗ്ലൈക്കോളിസിസിന് നടക്കുന്നത് എന്താണ്? ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. എന്നാൽ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എന്താണ്? ആ പറയപ്പെട്ട പൈറുവിക് ആസിഡിനെ അല്ലെങ്കിൽ പൈറുവേറ്റിനെ എന്താക്കി മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റും. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്ര ATP ആണ്? 2 ATP. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്ര ATP ആണ്? 28 ATP. നെറ്റ് ATP എന്ന് പറയുന്നത് ഇറ്റ്സ് 30 ATP മോളിക്യൂൾ. അഥവാ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്ന്, ഒറ്റ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് നമുക്ക് 30 ATP കിട്ടുന്നു. ഒറ്റ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൽ നിന്ന് നമുക്ക് എത്ര ATP കിട്ടുന്നുണ്ട്? 30 ATP ആണോ? യെസ്, ഇറ്റ്സ് 40 ATP മോളിക്യൂൾസ്. ഓക്കെ അല്ലേ മക്കളെ? സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഓക്സിജൻ നമ്മുടെ ബ്ലഡ് സെൽസിലേക്ക് എത്തുന്നത്, ബ്ലഡ് വെസൽസിലേക്ക് എത്തുന്നത്, അവിടെ നിന്നും എങ്ങനെയാണ് സെൽസിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളെന്ത് പഠിച്ചു? സെൽസിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. ആ ഗ്ലൈക്കോളിസിസിൻ്റെയും ക്രെബ്സ് സൈക്കിളിൻ്റെയും ഒരു കമ്പാരിസണും കൂടെ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തി, അത് നമ്മൾ പറഞ്ഞു.
ഇനി നമ്മൾ പറയുന്നത് എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ എക്സ്പെൽ ചെയ്യാം? ഓക്കെ, നോക്കൂ മക്കളെ. കാർബൺ ഡൈ ഓക്സൈഡോ നമ്മുടെ ബോഡിയിലുള്ള പല രൂപത്തിലുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്, ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ട്. ഈ ഗ്ലൈക്കോളിസിസിൻ്റെയും ക്രബ് സൈക്കിളിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് വന്നു? ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ വന്നു. ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിലെത്തി. ഓക്കെ, പക്ഷേ ഗ്ലൈക്കോളിസിസിൻ്റെയും ക്രബ് സൈക്കിളിൻ്റെയും ഭാഗമായി എത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് അതിപ്പോൾ സെൽസിൽ കിടക്കുകയാണ് അല്ലേ? നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? സൈറ്റോപ്ലാസത്തിൽ വെച്ച്. ക്രബ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ച്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു സെൽസിൽ. ഈ സെൽസിൽ ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണ് എക്സ്പെൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ റെസ്പിറേഷൻ്റെ സമയത്ത് തന്നെ വളരെ ചെറിയ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പോകുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുക? കാരണം നമ്മുടെ കണ്ണട അല്ലേ, നമ്മൾ കണ്ണട വെക്കുന്ന ആളുകളാണെങ്കിൽ കണ്ണട എടുത്ത് കണ്ണടയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ഊതി. അങ്ങനെ കണ്ണടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറിയൊരു വേപ്പേഴ്സ് നമ്മുടെ കണ്ണടയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. സോ വളരെ ചെറിയ എമൗണ്ട് വാട്ടർ വേപ്പർ ഇതുപോലെ നമ്മുടെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൽ ചെയ്ത് പോകുന്നുണ്ട് ത്രൂ റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ എക്സ്പെൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ മക്കളെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചിത്രത്തിൽ നോക്കൂ, ടിഷ്യൂ ഫ്ലൂയിഡിലെത്തി, പിന്നീട് ബ്ലഡ് കാപ്പിലറീസിലെത്തി. വന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത് പോകും. 23% കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ചെയ്യുന്നു? കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറും. അഥവാ നമ്മൾ പഠിച്ചു ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഓക്സി ഹീമോഗ്ലോബിനായിരിക്കും ഫോം ചെയ്യുക. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. 23% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യും. അതുപോലെ തന്നെ ബാക്കി 70% കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ആസ് ബൈകാർബണേറ്റ്സ്. ബൈകാർബണേറ്റ്സിൻ്റെ രൂപത്തിലാണ് സെൽസിൽ നിന്നും നമ്മുടെ ഇങ്ങോട്ട് ബ്ലഡ് കാപ്പിലറീസിലേക്ക് എത്തുന്നത്. എങ്ങനെ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്ത് ബൈകാർബണേറ്റ് ഫോം ചെയ്യും. ഈ ബൈകാർബണേറ്റ് ആണ് പിന്നീട് എവിടെ എത്തുന്നത്? ആൽവിയോലയിൽ എത്തുമ്പോൾ ഇവിടെ നിന്നും ഈ പ്ലാസ്മയിലും കാർബമിനോ ഹീമോഗ്ലോബിനായിട്ടും ബൈകാർബണേറ്റും ഒക്കെ ആയിട്ട് വന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോലയിലേക്ക് എക്സ്പെൽ ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടിയാൽ നമ്മുടെ ബോഡിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ബോഡിയിൽ നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ കൂടിയാൽ നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ വളരെ പ്രശ്നമാണ്. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോണിക് ആസിഡായി മാറുകയും കാർബോണിക് ആസിഡ് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഹാംഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റേർണൽ ഹോമിയോസ്റ്റാസിസിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഓക്സിജനുള്ള റെസ്പിറേഷനാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. റെസ്പിറേഷൻ നടക്കുന്നത് ഓക്സിജൻ്റെ അഭാവത്തിലാണെങ്കിൽ നടക്കുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അഥവാ ബാക്ടീരിയ, ഈസ്റ്റ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ വെച്ച് റെസ്പിറേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പിലുള്ള റെസ്പിറേഷനാണ് സാധ്യതയുള്ളത്. അഥവാ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡായി മാറ്റും. ആ പൈറുവിക് ആസിഡിനെ
ബാക്ടീരിയയുടെ ശരീരത്തിൽ വെച്ച് ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നത്. ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ അവിടെ ലാക്റ്റിക് ആസിഡാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈസ്റ്റിൻ്റെ ബോഡിയിൽ വെച്ച് പൈറുവിക് ആസിഡിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നു. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. ഈ രണ്ട് പ്രോസസ്സും നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ്റെ ഫലമായി പാല് പുളിച്ച് തൈരാകുന്നതിന് കാരണം ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ്. അതിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ. എന്നാൽ ഈസ്റ്റിൻ്റെ ബോഡിയിൽ വെച്ച് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് സാധാരണ നമ്മൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുളിപ്പിക്കുക അല്ലേ, ആ പ്രോസസ്സിന് കാരണം ഈസ്റ്റാണ്. സോ അവിടെ നടക്കുന്ന ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഫെർമെൻറ്റേഷനാണ്. ഓക്കെ അല്ലേ? ചില സമയത്ത് നമ്മുടെ ബോഡിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ എക്സസൈസും മറ്റും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള എനർജി മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് സ്വാഭാവികമായിട്ടും അവിടെ അനേറോബിക് ആയിട്ടുള്ള ഓക്സിജൻ്റെ അഭാവം, ആബ്സെൻസ് കൊണ്ട് നമ്മുടെ ബോഡിയിലും ലാക്റ്റിക് ആസിഡ് ഉണ്ടാവാറുണ്ട്. ആ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് നമ്മുടെ മസിൽ മുറുകി നിൽക്കുന്നൊരവസ്ഥ. അതും നമ്മുടെ ബോഡിയിലും അത്തരം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ലങ്സുമായി ബന്ധപ്പെട്ട 3 ഡിസീസസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട 3 ഡിസീസസ് ആണ്. അതിലൊന്ന് ലങ് ക്യാൻസർ, ലങ്സിനെ ബാധിക്കുന്ന ക്യാൻസർ അഥവാ ക്യാൻസറിന് കാരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ക്യാൻസറിന് കാരണമായിട്ടുള്ള പല കാർസിനോജൻസ് എന്ന് പറയുന്ന ഒരുപാടെണ്ണമുണ്ട്. ഈ കാർസിനോജൻസിൻ്റെ കാരണമായി നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രോങ്കൈറ്റിസ്. എന്താണ് ബ്രോങ്കൈറ്റിസ്? നമുക്കറിയാം, ഇതാണ് ട്രക്കിയയിൽ നിന്നുള്ള 2 പൈപ്പുകൾ നമുക്ക് കാണാം, ബ്രോങ്കസ് അല്ലേ. ഈ ബ്രോങ്കസിലുള്ള ബ്രോങ്കസ് ചില പ്രത്യേക കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂഷനും മറ്റുമൊക്കെ കാരണം ഈ ബ്രോങ്കസ് എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് നമുക്ക് പറയാനുള്ളതാണ് എംഫിസിമ. എന്താണ് എംഫിസിമ? നമുക്കറിയാം, ഇതുപോലെ തന്നെ നമ്മുടെ ലെൻസിൽ പലതരത്തിലുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടി, പലതരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടി നമ്മുടെ ലെൻസിനെ പൊല്യൂട്ടാക്കുന്നു. നമ്മുടെ ഒരുപാട് എക്സ്റ്റേണൽ പാർട്ടിക്കിൾസൊക്കെ അടിഞ്ഞുകൂടി നമ്മുടെ ലെൻസിന് നമുക്ക് കൃത്യമായി ശ്വാസം എടുക്കാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എംഫിസിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഡിസീസാണ് പറയാനുള്ളത്: ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫിസിമ. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റൊരു പുതിയൊരു ടേമാണ്. ഇറ്റ് ഈസ് ടൈഡൽ വോളിയം and vital capacity. ടൈഡൽ വോളിയം ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് ടൈഡൽ വോളിയം? സാധാരണഗതിയിൽ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന എമൗണ്ട് ഓഫ് എയറിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയറിൻ്റെ എമൗണ്ട് ആണ് എന്ത്, ടൈഡൽ വോളിയം. ഇറ്റ്സ് അബൌട്ട് 500 ml ആണ് സാധാരണ നമുക്ക് ഗതിയിൽ എന്ത് ചെയ്യാൻ കഴിയുക, നമുക്ക് ഒരാൾക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുക. എന്നാൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നല്ല ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ നടത്തി അല്ലേ, സാധാരണ നമുക്ക് കുറച്ച് കഴിക്കുള്ളൂ. നമ്മൾ നല്ല ശക്തിയായിട്ട് മൂക്കിലൂടെ നല്ല ആഞ്ഞു വലിച്ചു. ഇപ്പോൾ നമ്മുടെ എന്താണ്, ലങ്സ് ഫുള്ളാണ്. ഇനി നമ്മൾ സാധാരണഗതിയിലുള്ള എക്സ്പിറേഷൻ അല്ല, നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് അല്ലേ, നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ എക്സ്പയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് എത്ര എയറിനെ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ കഴിയുന്നു ആ എമൗണ്ടിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എയർ എക്സ്പെൽഡ് ബൈ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. നല്ലൊരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷനിലൂടെ നമ്മൾ എക്സ്പയർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയറിൻ്റെ അളവ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. നന്നായി ഒന്ന് ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം മാക്സിമം നമുക്ക് എക്സ്പെൽ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇതുപോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് ജീവികളിലും ഇത്തരത്തിൽ നമുക്ക് റെസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. ഫ്രോഗിൻ്റെ കേസിലാണെങ്കിൽ സ്കിന്ന് അതിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫിഷസിൻ്റെ കേസിലാണെങ്കിൽ ഗിൽസ്, അവർക്ക് കാണപ്പെടുന്ന ഗിൽസ് സഹായിക്കുന്നുണ്ട്. മറ്റു പല ജീവികളിലും ഇത്തരത്തിലുള്ള റെസ്പിറേഷനുള്ള അവയവങ്ങൾ, ഓർഗൻസ് നമ്മുടെ ബോഡിയിൽ മറ്റുള്ള ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കേസിലും ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള ഓർഗൻസ് കാണപ്പെടുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ചിത്രത്തിലുണ്ട്, നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ഒരു നമ്മുടെ ഏറ്റവും പുറത്ത് കാണുന്ന ആ തൊലിപ്പുറത്ത് കാണുന്ന ഒരു ഭാഗമാണ്, അതിനെയാണ് നമ്മൾ ലെൻറ്റിസെൽ എന്ന് പറയുന്നത്. ലെൻറ്റിസെൽ. ആ ലെൻറ്റിസെല്ലിൻ്റെ സഹായത്തോടു കൂടെയാണ് പ്ലാന്റ്സിൻ്റെ കേസിൽ പ്രധാനമായിട്ടും എക്സ്പിരേഷൻ നടക്കുന്നത്. പ്ലാന്റ്സ് ഓക്സിജനെ വലിച്ചെടുക്കുന്നതും പുറന്തള്ളുന്നതൊക്കെ ഈ ലെൻറ്റിസെൽസിലൂടെയാണ്. അതോടൊപ്പം തന്നെ ചില വാട്ടർ വേപ്പേഴ്സിനെയും അതിലൂടെ എക്സ്പെൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. താങ്ക് യു.